തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിലെ ലഡ്ഡു മൃഗക്കൊഴുപ്പ് ചേർത്ത് നിർമ്മിച്ച സംഭവത്തിൽ മുൻ മുഖ്യമന്ത്രി ജഗ്മോഹൻ റെഡ്ഡിക്കെതിരെ കേസെടുക്കണമെന്ന് ബി.ജെ.പി. വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടിയുടെ ഭരണത്തിൽ ഹിന്ദുക്കളുടെ വികാരങ്ങൾ വ്രണപ്പെട്ടെന്നും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുൻ മുഖ്യമന്ത്രി ജഗ്മോഹൻ റെഡ്ഡിക്കും തിരുമല തിരുപ്പതി ദേവസ്ഥാനം ചെയർമാനും എക്സിക്യൂട്ടീവ് ഓഫീസർക്കുമെതിരെ പരാതി നൽകുമെന്നും ബി.ജെ.പി. അറിയിച്ചു. വിവരങ്ങളുമായി നന്ദഗോപൻ ഒപ്പം ചേരുന്നുണ്ട്. നന്ദഗോപൻ, വിവാദം അങ്ങനെ ആളിക്കത്തുകയാണ്. വിവാദമെന്ന വാക്കിൽ അവസാനിക്കുന്നില്ല, സംഭവിച്ചത് തന്നെയെന്ന് പരിശോധനയിൽ വ്യക്തവുമാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? കൃഷ്ണജി, 2 ദിവസം മുമ്പ് അമരാവതിയിൽ എൻ.ഡി.എയുടെ നിയമസഭാ കക്ഷി യോഗം നടക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചത്. അതായത് വൈഎസ്ആർ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് തിരുപ്പതി ദേവസ്ഥാനത്ത് അവിടെ ഭഗവാന് നിവേദിച്ചിരുന്ന നിവേദ്യവും അതേപോലെ തന്നെ ഭക്തർക്ക് പ്രസാദവുമായി നൽകിയിരുന്ന ലഡുവിൽ മൃഗക്കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹം ഉന്നയിച്ചിരുന്ന ആരോപണം. എന്നാൽ അത് കേവലം ആരോപണം മാത്രമല്ല, അതിൽ യാഥാർത്ഥ്യമുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. കേന്ദ്ര ക്ഷീരവികസന ബോർഡിന്റെ ലാബിൽ നടത്തിയ പരിശോധനയിൽ ആ നെയ്യിൽ അതിൽ മൃഗക്കൊഴുപ്പ് മാത്രമല്ല, മീനെണ്ണയും സൺഫ്ലവർ ഓയിലും അതേപോലെ തന്നെ മറ്റ് എണ്ണകളും ഗ്രൗണ്ട്നട്ട് ഓയിൽ അടക്കം മറ്റ് എണ്ണകളും കലർത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാകുകയാണ്. മാത്രമല്ല, ISO സ്റ്റാൻഡേർഡ് പ്രകാരം ഈ നെയ് ഉപയോഗശൂന്യമാണെന്നും കൃത്യമായി ഈ ലാബ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇത് തമിഴ്നാട്ടിലെ AR ഫുഡ്സ് എന്നുള്ള ഒരു കമ്പനിയിൽ നിന്നുമാണ് ഈ നെയ് വാങ്ങിച്ചിരുന്നത്. വളരെ വില കുറച്ച്, സാധാരണഗതിയിൽ മാർക്കറ്റിൽ നെയ് ലഭിക്കുന്നതിലും വില കുറച്ചായിരുന്നു അവിടെ ദേവസ്ഥാനത്തിന് നെയ് ഇവർ വിതരണം ചെയ്തിരുന്നത്. എന്നാൽ ആ നെയ്യിൽ മൃഗക്കൊഴുപ്പും അതേപോലെ തന്നെ മീനെണ്ണ അടക്കമുള്ള മറ്റ് വസ്തുക്കളും ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തിയിരുന്നത്. മാത്രമല്ല, ചില രാസപദാർത്ഥങ്ങളുടെ സാന്നിധ്യവും ആ പരിശോധനയിൽ കണ്ടെത്തി. ഏതായാലും വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയരുന്നത്. ഹൈന്ദവ സംഘടനകൾ ഇതിനോടകം തന്നെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതിന് കാരണക്കാരായവർക്കെതിരെ നടപടി വേണമെന്നാണ് വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നോട്ട് വെക്കുന്ന ആവശ്യം. മാത്രമല്ല, മറ്റ് ഹൈന്ദവ സംഘടനകളും പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുകയാണ്. പ്രത്യേകിച്ച് ഇതൊരു സാമ്പത്തിക ലാഭം മാത്രമല്ല ഇതിലൂടെ അവർ മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നത്. നേരത്തെ തന്നെ തിരുമല തിരുപ്പതി ദേവസ്ഥാനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ചൈതന്യം നശിപ്പിക്കുവാനും അതേപോലെ തന്നെ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരുടെ അവരുടെ മനോവീര്യം തകർക്കുവാനും ഒക്കെയുള്ള ശ്രമം നേരത്തെ വൈഎസ്ആർ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും അതേപോലെ തന്നെ തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്നും അടക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആക്ഷേപങ്ങളാണ് ഉയർത്തുന്നത്. അതിന് തെളിവായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് അവിടെ അന്യമതസ്ഥരെ നിയമിക്കുവാൻ വേണ്ടി വൈഎസ്ആർ കോൺഗ്രസ് തയ്യാറായി. മാത്രമല്ല, അവിടെ വലിയ രീതിയിൽ മിഷണറി പ്രവർത്തനങ്ങൾ, അതായത് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ക്ഷേത്രവും കേന്ദ്രീകരിച്ച് നടന്നിരുന്നു. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് ക്രിസ്തീയ സംഘടനകളുടെയും മറ്റും ലഘുലേഖകളും മറ്റും വിതരണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഹൈന്ദവ സംഘടനകൾ ഇങ്ങനെ ഒരു ആരോപണം ശക്തമാക്കുന്നത്. അതായത് അത് കേവലം ലാഭേച്ഛയോടുകൂടി നടത്തിയ ഒരു അഴിമതിയല്ല, മറിച്ച് അവിടുത്തെ ദേവ ചൈതന്യം തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരമൊരു പ്രവൃത്തി നടത്തുന്നതെന്നാണ് ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് താന്ത്രിക വിധി പ്രകാരം ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ നിവേദ്യം ആ ദേവന് ചൈതന്യം പകരേണ്ടതാണ്. മാത്രമല്ല, ആ ചൈതന്യമാണ് അവിടെ എത്തുന്ന ഭക്തരിലേക്ക് ഈ വിഗ്രഹത്തിൽ നിന്നും പ്രവഹിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ആ ക്ഷേത്രത്തിന്റെ ചൈതന്യം, ആ വിഗ്രഹത്തിന്റെ ചൈതന്യം, ആ ദേവന്റെ ചൈതന്യം നശിപ്പിക്കുവാനുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗം കൂടിയാണ് ഇത്തരമൊരു അല്ലെങ്കിൽ മീനെണ്ണയടക്കം അല്ലെങ്കിൽ മൃഗക്കൊഴുപ്പ് അടക്കം ഉപയോഗിച്ചിരുന്ന നെയ്യ് നിവേദ്യത്തിനടക്കം ഉപയോഗിച്ചിരുന്നു എന്നുള്ളത്. ഉപയോഗിച്ചത് മീനെണ്ണയും മൃഗക്കൊഴുപ്പുമാണ്. ആരോപണം ഉന്നയിച്ചത് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവാണ്. ഇപ്പോൾ ബി.ജെ.പി. ശക്തമായി ആ ആരോപണത്തിൻ്റെ പിന്തുടർച്ചയുമായി വരുന്നു, പരാതി നൽകുന്നു, കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പാടെ പ്രതിരോധത്തിലോ ജഗ്മോഹനും വൈഎസ്ആർ കോൺഗ്രസും? ചന്ദ്രബാബു നായിഡു ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതാണ് വൈഎസ്ആർ കോൺഗ്രസ് വ്യക്തമാക്കിയത്. രാഷ്ട്രീയ വൈരം മൂലമാണ് ചന്ദ്രബാബു നായിഡു ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നതെന്നായിരുന്നു വൈഎസ്ആർ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത്. അതേസമയം ഈ ലാബ് റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള പ്രതികരണമൊന്നും ഈ വൈഎസ്ആർ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം ഈ വിഷയം ബി.ജെ.പിയും ശക്തമായി തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. കാര്യം, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഒരു ക്ഷേത്രത്തെ തകർക്കുവാൻ വേണ്ടി
വേണ്ടിയുള്ള അല്ലെങ്കിൽ ഒരു വിശ്വാസത്തെ തകർക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഉണ്ടായതെന്നാണ് BJP കണക്കുകൂട്ടുന്നത്. അതിനാൽ തന്നെ ശക്തമായ പ്രതിഷേധവുമായി BJPയും രംഗത്തെത്തിയിരിക്കുകയാണ്. YSR കോൺഗ്രസിന്റെ നേതാക്കൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് BJP അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. കോടിക്കണക്കിന് വിശ്വാസികളുടെ വികാരത്തെ മാനിക്കാത്ത ജഗൻമോഹൻ റെഡ്ഡി നാണക്കേടാണെന്നാണ് TDP നേതാവും ആന്ധ്രാപ്രദേശ് മന്ത്രിയുമായ നര ലോകേഷ് അഭിപ്രായപ്പെട്ടത്. ഈ NDA നിയമസഭാ കക്ഷി യോഗത്തിൽ ചന്ദ്രബാബു നായിഡു നടത്തിയ പ്രസംഗം അത് ആദ്യഘട്ടത്തിൽ അത് ആരോപണങ്ങൾ മാത്രമായിരുന്നുവെന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കൂടി വിലയിരുത്തിയെങ്കിലും പിന്നീട് ഈ ലാബ് റിപ്പോർട്ട് കൂടി പുറത്തു വന്ന ഒരു സാഹചര്യത്തിലാണ് കടുത്ത പ്രതിഷേധവുമായി മറ്റ് പ്രസ്ഥാനങ്ങൾ കൂടി രംഗത്തെത്തിയത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. ഏതായാലും ഭക്തരുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ തിരുപ്പതി എന്നുള്ളത് ലോകത്ത് ആകെ പ്രശസ്തമായ ക്ഷേത്രമാണ്. ദക്ഷിണേന്ത്യയിൽ ഈ ക്ഷേത്രം നിലനിൽക്കുമ്പോഴും ഇവിടെ ഉത്തരേന്ത്യയിലും മറ്റ് ലോകമെമ്പാടുമുള്ള ഭക്തരിൽ ഈ തിരുപ്പതി വെങ്കിടേശ്വര മൂർത്തി എന്നുള്ളത് വളരെ ആരാധനയോടുകൂടി അവരുടെ ആരാധനാ മൂർത്തിയായി തന്നെ സങ്കല്പിക്കുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ അവിടെ ഈ തിരുപ്പതി ദേവസ്ഥാനം അല്ലെങ്കിൽ ഭഗവാനോളം തന്നെ അവിടുത്തെ പ്രസിദ്ധിയുണ്ട്, അവിടുത്തെ ലഡു അല്ലെങ്കിൽ പ്രസാദത്തിന് എന്നുള്ളതും ശ്രദ്ധേയമാണ്. സാധാരണഗതിയിൽ ഈ ക്ഷേത്രത്തിൽ ഭഗവാൻ ദർശനത്തിനായി ക്യൂ നിൽക്കുന്നത് പോലെ തന്നെയാണ് ഈ ലഡുവും മറ്റും വാങ്ങിക്കുവാൻ വേണ്ടി ഭക്തജനങ്ങൾ ക്യൂ നിൽക്കുന്നത്. അത്രത്തോളം പ്രാധാന്യം അവിടുത്തെ പ്രസാദമായ ഈ ലഡുവിനുണ്ട് എന്നുള്ളതാണ്. ആ പ്രസാദമാണ് ഇല്ലാതാക്കുവാൻ വേണ്ടി YSR കോൺഗ്രസ് ശ്രമിച്ചത് എന്നുള്ളതാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇവർക്കെതിരെ കർശനമായ നടപടി വേണമെന്നും കേസെടുക്കണമെന്നുള്ള ആവശ്യമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. YSR കോൺഗ്രസ് ഉയർത്തിയ രാഷ്ട്രീയ പ്രതിരോധം തകർന്നു വീഴുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. NDAക്കൊപ്പം നിൽക്കുന്ന മറ്റു കക്ഷികളും TDP അടക്കമുള്ള മറ്റു കക്ഷികളും ശക്തമായ പ്രതിഷേധവുമായി ഈ BJPക്കൊപ്പം കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും പ്രതിഷേധങ്ങൾ ഇനി അത് തെരുവിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമുള്ള. ദേശീയ തലത്തിൽ പോലും വലിയ പ്രതിഷേധം ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു തരത്തിലും ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൽ നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ലഡു നിർമ്മിക്കുന്നത് തന്നെ ക്ഷേത്രത്തിനകത്താണ്. ആ ക്ഷേത്രത്തിനകത്തേക്കാണ് ഈ മൃഗക്കൊഴുപ്പും അതേപോലെ തന്നെ മീനെണ്ണയും. ശരിയാണ്. നമ്മുടെ ശബരിമലയിലെ അരവണ പ്രസാദം പോലെ പ്രസിദ്ധമാണ് തിരുപ്പതി ലഡു. അത് മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ടതാണ്. ഭക്തിയോടെ തന്നെ അത് ആരെങ്കിലും ഒരാൾ അവിടേക്ക് പോയി വന്നാൽ അത് സ്വീകരിക്കുന്നതുമാണ് നമ്മുടെ നാട്ടിൽ പോലും. അത് മാത്രമല്ല, കോടിക്കണക്കിന് ജനങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് YSR കോൺഗ്രസിന്റെ നടന്നിരിക്കുന്നത്. അതായത് ആന്ധ്ര രാഷ്ട്രീയത്തിൽ YSR കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലേക്ക് പോകുന്നു. അത് എപ്പോഴെന്ന് ചോദിച്ചാൽ വെറും ആരോപണമല്ല, പരിശോധനയിൽ തെളിഞ്ഞ കാര്യം കൂടിയാണ്. സ്വാഭാവികമായും ഭക്തരുടെ വികാരം വ്രണപ്പെടുന്നുണ്ട്, ഒരു തർക്കവും വേണ്ട.